രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ രാധാഭക്തർക്കും എല്ലാ കൃഷ്ണഭക്തർക്കും സ്വാഗതം. രാധയുടെ പ്രണയം 66ാമത്തെ എപ്പിസോഡിലേക്ക് രാധാറാണി അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം കടക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ രാധയുടെ പ്രണയം 1 തൊട്ട് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്താൽ രാധയുടെ പ്രണയം എന്ന ഹെഡിങ്ങിൽ ഇത് നമ്മൾ 1 തൊട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്, ജ്യോതിഷമുണ്ട്, നിങ്ങളുടെ എല്ലാ നക്ഷത്രത്തിൻ്റെയും ഫലം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായി മാറിയത്, ഒരൊറ്റ രാത്രി എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. അതുവരെ കടുത്ത കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായി മാറിയത്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. രാധാ അഷ്ടമി എങ്ങനെയാണ് നമ്മൾ കൊണ്ടാടേണ്ടതെന്നുള്ള വീഡിയോ ഉണ്ട്. അതേ കണക്ക് തന്നെ ഭഗവത്ഗീതയുണ്ട്, അതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്. അങ്ങനെ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയത്തിലേക്ക് തിരിച്ചു വരാം. രാധയുടെ പ്രണയം 66ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇത് ശരിക്കും 100ാമത്തെ എപ്പിസോഡാകുമ്പോൾ എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്കെല്ലാം, ഇത് നിത്യം കാണുന്നവർക്കെല്ലാം നമ്മൾ പ്രത്യേകമായ ഒരു സമ്മാനവും മറ്റ് കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 100ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാൻ രാധാറാണി അനുഗ്രഹിക്കട്ടെ എന്നാണ് നമ്മൾ പിന്നെ പറയുന്നത്. അപ്പോൾ 66 കഴിഞ്ഞു. ഇനി ഒരു 34 എപ്പിസോഡും കൂടെ കഴിയുമ്പോൾ 100ാമത്തെ എപ്പിസോഡ്, 3-4 മാസത്തെ കാര്യം. അപ്പം നമുക്ക് രാധാറാണിയെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. വൃന്ദാവനേശ്വരി രാസേശ്വരി രാധികായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാ
രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്ക് ജയ്. അപ്പോൾ രാധയുടെ പ്രണയം. അപ്പം നമ്മൾ കണ്ടു ഗരുഡന്റെ കാലുകൾ തളർന്നു പോയി. പക്ഷേ കൃഷ്ണനാകട്ടെ പണ്ട് കുബ്ജയുടെ കൂന് നിവർത്തിയതുപോലെ നിമിഷങ്ങൾ കൊണ്ട് ഗരുഡന്റെ കാലുകളുടെ സ്വാധീനക്കുറവ് മാറ്റിയെടുത്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഈ സമയത്ത് അവരെല്ലാവരും ഈ അത്ഭുതം കണ്ട് അമ്പരന്ന് നിന്നുപോയി. ഗരുഡന്റെ മാതാവാകട്ടെ കൃഷ്ണന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അന്നു തൊട്ട് ഗരുഡൻ എന്ന വൈനതേയൻ എന്തു ചെയ്തു? കടുത്ത ശ്രീകൃഷ്ണ ഭക്തനായി മാറി, ശ്രീകൃഷ്ണന്റെ സന്തത സഹചാരിയായി മാറി. ഈ സമയം രാധാറാണിയുടെ വീട്ടിലേക്ക് ഇതാ ഓടി വരികയാണ് തോഴി. ഓടി വന്നു വന്ന് വിളിച്ചു, രാധേ രാധേ രാധേ. അപ്പോൾ രാധാറാണി വന്നു. രാധാറാണി ചോദിച്ചു, എന്താണ് തോഴി കാര്യം? നീ അറിഞ്ഞില്ലേ രാധേ, നീ അറിഞ്ഞില്ലേ? അപ്പോൾ രാധാറാണി ചോദിച്ചു, എന്തറിഞ്ഞില്ലേ എന്നാണ് പറയുന്നത്? നീ ഇവിടെ ഇരിക്ക്, ഒന്ന് ശ്വാസം നേരെ വിട്. നോക്കൂ, നമ്മുടെ കൃഷ്ണൻ സാക്ഷാൽ നാരായണനാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ രാധാറാണി പറഞ്ഞു, നാരായണനാണെന്ന് തെളിഞ്ഞുന്നു. നീ എന്താണ് ഈ പറയുന്നത്? അറിഞ്ഞില്ലേ രാധേ നീ? കൃഷ്ണൻ ഇപ്പോൾ ദൂരെ ഒരു ഗോമന്തകമെന്ന ഒരു പർവ്വതത്തിൽ ഉണ്ടത്രേ. ആ പർവ്വതത്തിൽ വെച്ചിട്ട് 2 കാലുകളും തളർന്നു പോയ ഒരു ഗരുഡനുണ്ട്. അപ്പോൾ രാധാറാണി ചോദിച്ചു, ഗരുഡനോ? അപ്പോൾ പറഞ്ഞു, അതേ, ഗരുഡൻ എന്ന് പറഞ്ഞാൽ പക്ഷിയല്ല, മനുഷ്യനാണ് രാധേ. മനുഷ്യൻ. അവർ ഗരുഡൻ്റെ മുഖം വെക്കും അത്രേ സന്തോഷാവസരങ്ങളിലും യുദ്ധം ചെയ്യുമ്പോഴും. അതുകൊണ്ട് ആ വർഗത്തെ ഗരുഡന്മാരെന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഗരുഡൻ ഉണ്ടല്ലോ, അവൻ്റെ കാലുകൾ തളർന്നു പോയിരുന്നു. ആ കാലുകൾ കൃഷ്ണൻ സ്വല്പനേരം, ഒരു സെക്കൻഡുകൾ കൊണ്ട് അത് നിവർത്തിയെടുത്തു അത്രേ. ഇപ്പോൾ അവനാകട്ടെ ഒരു പർവ്വതത്തിൽ നിന്ന് മറ്റൊരു പർവ്വതത്തിലേക്ക് നിഷ്പ്രയാസമെടുത്ത് ചാടുമെന്ന്. ആ വാർത്ത ഇതാ അയൽപ്പക്കത്തെ ഗ്രാമത്തിൽ നിന്ന് ഒരു രാജകുമാരിയുടെ തോഴി ഇവിടെ വന്നിരുന്നു. അവര് പറഞ്ഞതാണ് രാധേ. അപ്പോൾ രാധ പറഞ്ഞു, ആയിക്കോട്ടെ, അവൻ നാരായണനായിക്കോട്ടെ, അവന് ശരീരത്തിൻ്റെ രോഗങ്ങളൊക്കെ മാറ്റാൻ കഴിയും. പക്ഷേ തോഴി, മനസ്സിൻ്റെ രോഗം ആർക്കൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അവന് കഴിയുന്നില്ല തോഴി. മനസ്സിൻ്റെ ദുഃഖം ആർക്കൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അവന് കഴിയുന്നില്ല, അത് മാറ്റാനും അവന് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാധാറാണി ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. തോഴി അമ്പരന്ന് രാധാറാണിയെ നോക്കി. രാധാറാണി ഒന്നും മിണ്ടിയില്ല. രാധാറാണി അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് പോയി. നടന്നു പോകുമ്പോൾ രാധാറാണി ചിന്തിക്കുകയായിരുന്നു, അവൻ നാരായണനാണോ? നാരായണനാണെങ്കിൽ, അവൻ ഈശ്വരനാണെങ്കിൽ എന്തുകൊണ്ട് ഈ പാവം പെണ്ണിൻ്റെ മനസ്സ് വായിക്കാൻ കഴിയുന്നില്ല? അവനൊരു മനുഷ്യ ശരീരത്തിൻ്റെ തളർച്ച മാറ്റാൻ അവന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ രാധയുടെ മനസ്സിൻ്റെ തളർച്ച മാറ്റാൻ അവന് കഴിയുന്നില്ല? സ്നേഹം കൊണ്ട് ഈ രാധയുടെ മനസ്സിൻ്റെ തളർച്ച മാറ്റാൻ അവൻ അത്രയും പോലും സമയം വേണ്ടല്ലോ. ഇല്ല, ഇവൻ നാരായണനാണോ? അല്ല. രാധാറാണി സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. നടന്ന് രാധാറാണി സുശീലയുടെ വീട്ടിലേക്കെത്തി. ഈ സുശീല മരിച്ചതിൽ പിന്നെ എല്ലാ ദിവസവും രാധാറാണി സുശീലയുടെ വീട്ടിലെത്തുന്ന പതിവുണ്ട്. അപ്പോൾ രാധാറാണി സുശീലയുടെ വീട്ടിലേക്കെത്തി. സുശീലയുടെ വീട്ടിലേക്കെത്തിയിട്ട് സുശീലയുടെ അമ്മയെ കണ്ടു. അമ്മ ഓടി വന്ന് രാധാറാണിയെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോളെ. അപ്പോൾ രാധാറാണി ചോദിച്ചു, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെക്കൊണ്ട്? അപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല മോളെ, നീ എന്തിനാണ് എല്ലാ ദിവസവും വരുന്നത്? എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞയക്കാം. രാധാറാണി ആ അമ്മയെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു,
അമ്മയുടെ കണ്ണിനി നിറയരുത്. ഇനി അമ്മ എന്നെ രാധയെന്ന് പോലും വിളിക്കണ്ട, സുശീല എന്ന് വിളിച്ചോളൂ. അമ്മയുടെ സുശീലയാണ് അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാ ദിവസവും ഞാനിവിടെ വരും അമ്മേ, അമ്മ എന്നും സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ ആ മാതാവ് രാധാറാണിയെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, രാധേ, എങ്കിലും കൃഷ്ണനൊന്നു വന്നില്ലല്ലോ രാധേ, അവന് വേണ്ടിയല്ലേ എൻ്റെ സുശീല ജീവൻ വെടിഞ്ഞത്, എന്നിട്ട് അവൻ ഒരിക്കൽ പോലും ഇവിടെ ഒന്ന് വന്നില്ലല്ലോ രാധേ. രാധാറാണി പറഞ്ഞു, വരും, കൃഷ്ണൻ വരും, അവൻ്റെ കർമ്മങ്ങളൊക്കെ തീർത്തിട്ട് കൃഷ്ണൻ വരും. അമ്മ ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട, വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. രാധാറാണി എന്ത് ചെയ്തു, ആശ്വസിപ്പിച്ചു. അന്നത്തെ ദിവസം അവിടെ, അടുത്ത ദിവസം അവിടെ നാരായണ ക്ഷേത്രത്തിൽ ദീപാലങ്കാര ഉത്സവം നടക്കുകയാണ്. തൊട്ടടുത്ത ദിവസം നാരായണ ക്ഷേത്രത്തിൽ ദീപാലങ്കാര ഉത്സവം. ദീപാലങ്കാര ഉത്സവത്തിനായിട്ട് എല്ലാ ഗോപന്മാരും എല്ലാ ഗോപികമാരും അവിടെ എത്തിച്ചേർന്നു. നാരായണ ക്ഷേത്രത്തിന് ചുറ്റും ദീപങ്ങൾ തെളിഞ്ഞു എന്നു മാത്രവുമല്ല, എല്ലാ വീടുകളിലും മൺചരാതുകളിൽ ദീപങ്ങൾ തെളിയിച്ചു വെച്ചു കഴിഞ്ഞു. അതേ, പൂജാരി വന്ന് മണിയടിച്ചു. പൂജാരി തീർത്ഥം തളിച്ചതിന് ശേഷം നട തുറന്ന് അതിലേക്ക് കയറി നാരായണനെ പൂജിക്കാൻ തുടങ്ങി. എല്ലാവരും കൈകൾ കൂപ്പിക്കൊണ്ട് തന്നെ നിന്നു. സകല ആൾക്കാരും നാരായണനെ പൂജിച്ച് നാരായണൻ ആരതി ഒഴിയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നാരായണ നാരായണ നാരായണ. ആരതി ഒഴിഞ്ഞ് ആ താമരയിലും ആയിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹം ആ ജലമെല്ലാം കൂടെ, തീർത്ഥജലം എല്ലാവരുടെയും ദേഹത്തേക്ക് ഇങ്ങനെ വീശിയെറിഞ്ഞു. പക്ഷേ അവിടെ നിൽക്കുന്നവർ ഒരത്ഭുത കാഴ്ച കാണുകയായിരുന്നു. ഒരത്ഭുത കാഴ്ച കാണുകയായിരുന്നു. ആ തിരുമേനി വീശി ഇങ്ങനെ എറിഞ്ഞ ജലം, നമ്മൾ ദീപാരാധനയ്ക്ക് പോകില്ലേ, ദീപാരാധനയ്ക്ക് പോകുമ്പോൾ തിരുമേനി വന്ന് തീർത്ഥം ഇങ്ങനെ തളിക്കുമല്ലോ, ആ തീർത്ഥം ആളുകളുടെ മുഖത്തേക്ക് വീശി എറിഞ്ഞത് അവിടെ വച്ച് തന്നെ ഒരു ജലഗോളമായി മാറുന്നു. ആ ജലഗോളം അതുപോലെ ഒന്നായി വന്ന് രാധാറാണിയുടെ ശിരസിൽ പതിക്കുന്നു. അത്ഭുത സ്തബ്ധരായി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് തിരുമേനി കാണുകയാണ്, തൻ്റെ പാത്രത്തിലിരുന്ന താമരപ്പൂക്കള് ശക്തമായ ഒരു കാറ്റ് വീശുകയാണ്. ആ താമരപ്പൂക്കള് കാറ്റത്തിങ്ങനെ പറന്നു പൊങ്ങുകയാണ്. എല്ലാവരും അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പറന്നു പൊങ്ങി അത് വന്ന് രാധാറാണിയുടെ പുറത്ത് വന്ന് വീഴുകയാണ്. എന്ന് മാത്രവുമല്ല, മറ്റൊരത്ഭുതവും കൂടെ അവർ കാണുകയാണ്. നാരായണ വിഗ്രഹത്തിലിട്ടിരുന്ന മാല ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും രാധാറാണിയുടെ കഴുത്തിൽ കണ്ടു. എല്ലാവരും അത്ഭുത സ്തബ്ധരായി. പൂജാരി നോക്കിയപ്പോൾ പൂജാരി അമ്പരന്നു പോയി. കാരണം ഒന്നല്ല, 1000 രാധമാരവിടെ നിൽക്കുന്നു. 1000 രാധമാരവിടെ നിൽക്കുന്നു. അദ്ദേഹത്തിന് തല ചുറ്റുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അവിടെ നിൽക്കുന്നവർ രാധാറാണിയുടെ അടുക്കലേക്ക് നോക്കി. അതേ, അസാധാരണമായ ഒരു സ്വർണപ്രഭ, തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നശിച്ചു പോകുമോ എന്ന് പോലും അവർക്ക് തോന്നി. ആ സമയത്ത് പൂജാരി പറഞ്ഞു, രാധേ 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 രാധേ. അവിടെ നിന്ന ജനങ്ങളെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രാധേ 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 രാധേ. ആ പൂജാരി ഒരു ഉൾപ്രേരണയാൽ എന്ന വണ്ണം നടന്നു വന്നു. പിന്നെ അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല. രാധാറാണിയുടെ മുമ്പിൽ വന്ന് അദ്ദേഹം ബോധശൂന്യനായി പതിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ രാധാറാണി അദ്ദേഹത്തിന്റെ കിണ്ടിയിലെ ജലമെടുത്ത് തളിച്ചു. അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അദ്ദേഹം തൻ്റെ കണ്ണുകൾ തിരുമി നോക്കി. ഇല്ല,
ഇപ്പോൾ ആ പൂവും കാണാനില്ല, കഴുത്തിൽ പൂമാലയുമില്ല, ഒന്നുമില്ല. സാധാരണ രാധ, താൻ എന്നും കാണാറുള്ള രാധ. അദ്ദേഹം വല്ലാതെ പരിഭ്രമിച്ചു. അവിടെ നിന്നവരും പരിഭ്രമിച്ചു. അവരെല്ലാവരും പറഞ്ഞു, ഇതെന്താണ്? അല്പം മുമ്പ് ആ മാല കണ്ടതാണല്ലോ. അവർ തിരിഞ്ഞു നോക്കി ക്ഷേത്രത്തിലേക്ക്. അതെ, ക്ഷേത്രത്തിന്റെ കഴുത്തിൽ ആ മാല കിടക്കുന്നു. ആളുകൾ അത്ഭുത സ്തബ്ധരായി നിന്നു. അവർ പറയാൻ തുടങ്ങി, രാധ നിസാരക്കാരിയല്ല, ഇതിനകത്ത് എന്തോ ഉണ്ട്. പക്ഷെ അവരിപ്പം നോക്കുമ്പോൾ അവരെന്നും കാണുന്ന രാധയാണ്. എങ്കിലും എല്ലാവരും ആദരവോടുകൂടി രാധാറാണിയുടെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോവുകയായിരുന്നു. രാധാറാണി നടന്ന് തൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കീർത്തി മാതാവ് പോലും രാധയെ അമ്പരന്ന് നോക്കുകയായിരുന്നു. കീർത്തി മാതാവിൻ്റെ ചെവിയിലും ആ സന്ദേശം എത്തിയിരുന്നു. കീർത്തി മാതാവാകട്ടെ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനും വീട് വിട്ട് പുറത്തു പോകാറേയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവർ തൻ്റെ മകളെ നോക്കി, ഇല്ല, തൻ്റെ മകളിൽ ഒരു ദിവ്യത്വവും കാണുന്നില്ല. ഇത് സാധാരണ രാധ തന്നെ. രാധാറാണി നടന്നകത്തേക്ക് പോയി. പെട്ടെന്ന് ആ അമ്മ നോക്കിയപ്പോൾ ആ അമ്മയ്ക്ക് തോന്നി, അതെ, രാധാറാണിയുടെ പാദം നിലത്തുമുട്ടാതാണ് പോകുന്നത്. പെട്ടെന്ന് വിളിച്ചു, രാധേ. പെട്ടെന്ന് രാധാറാണി നിന്നു. ആ അമ്മ നോക്കിയപ്പോൾ പാദങ്ങൾ നിലത്ത് തന്നെ. അപ്പോൾ രാധാറാണിയുടെ അമ്മ വിചാരിച്ചു, എനിക്കെന്തോ സംഭ്രമമായിരിക്കും, ഇതൊക്കെ കേട്ടിട്ട് തോന്നിയതായിരിക്കും. അപ്പോൾ രാധാറാണി ചോദിച്ചു, എന്താ അമ്മേ? രാധാറാണിയുടെ അമ്മ പറഞ്ഞു, ഒന്നുമില്ല, മോള് പൊയ്ക്കൊള്ളൂ. അപ്പോൾ അവർ മനസ്സുകൊണ്ട് വിചാരിച്ചു, എൻ്റെ രാധ അവൾ സാധാരണക്കാരിയല്ല. ആ അമ്മ കട്ടിലേക്ക് ചെന്ന് മലർന്ന് കിടന്നിട്ട് പറഞ്ഞു, നാരായണ, എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ കാണുന്നത്. എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ സൂചനകളാണല്ലോ നാരായണ നീ നൽകുന്നത്. ഈ സമയം ഗോമന്തക പർവ്വതം ഇന്ന് അവർക്കെല്ലാവർക്കും കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കൃഷ്ണൻ നാരായണനാണെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. തങ്ങളെ രക്ഷിക്കാൻ വന്ന സാക്ഷാൽ നാരായണൻ. കാരണം വൈനതേയനിതാ തങ്ങളുടെ അടുത്ത ഗ്രാമമുഖ്യനെ ദൈവശാപത്തിൽ നിന്നും മോചിപ്പിച്ച് ഇന്ന് അവനിതാ പൂർണ്ണ ആരോഗ്യവാനായി ഒരു മലയിടുക്കിൽ നിന്നും അടുത്ത മലയിടുക്കിലേക്ക് വളരെ നിസ്സാരമായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ചാടിപ്പോകുന്നത്. പക്ഷേ ഈ സമയം മറ്റൊരാള് ബലരാമനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഇങ്ങനെ ആസ്വദിക്കണം, അടിച്ചു പൊളിക്കണം. ബലരാമൻ വിചാരിക്കുകയാണ്, ആ വൃന്ദാവനത്തിലായിരുന്നപ്പോൾ എന്തൊരു രസമായിരുന്നു. മധുരയ്ക്ക് വന്നതോടുകൂടി ജീവിതമെല്ലാം മാറി. എല്ലാവരും കൂടെ ചേർന്ന് എന്നെയും കൃഷ്ണനെയും കൂടെ അങ്ങ് ദൈവമാക്കി. ഗുരു സാന്ദീപനിയും എല്ലാം ഞങ്ങൾ ദൈവത്തെപ്പോലെ ജീവിക്കാൻ ആവശ്യപ്പെടുകയാണ്. കൃഷ്ണൻ പിന്നെ കുഴപ്പമില്ല, അവൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അവൻ ദൈവമായിട്ട് അവനങ്ങ് മാറിക്കൊള്ളും. എനിക്കിത് വയ്യ, എനിക്ക് ഈ സാധാരണക്കാരനായിട്ട് അങ്ങനെ ഉല്ലസിച്ച് ജീവിക്കാനാണ് ആർക്കിഷ്ടം, എനിക്കിഷ്ടം എന്നാര് പറഞ്ഞു? ബലരാമൻ. അപ്പോൾ ബലരാമനാകട്ടെ ഇങ്ങനെ ഉന്മത്തനായിട്ട് ഉല്ലാസവാനായിട്ട് ആർക്ക് ജീവിക്കണം? ബലരാമന് ജീവിക്കണം. ബലരാമൻ നോക്കിയപ്പോൾ കാണാം, ഈ ഗരുഡന്മാരൊക്കെ കൊള്ളാം, അവർ നല്ല ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരധികം അധ്വാനിക്കുകയൊന്നും ചെയ്യുന്നില്ല. അവർക്ക് വാഴക്കപ്പയുണ്ട്, അതിൻ്റെ കൃഷിയുണ്ട്. അതേ കണക്ക് തന്നെ തീക്കല്ല് കൊണ്ടുരച്ച അസ്ത്രങ്ങളുണ്ട്. അതെയ്ത് പക്ഷികളെ പിടിക്കും, ആ പക്ഷിമാംസം തിന്നവർ ജീവിക്കും. ഗരുഡ പെൺകൊടികൾ നല്ല കറുത്തവരാണ്. ബലരാമൻ ഇങ്ങനെ നോക്കിയപ്പോൾ കാണാം, വയലിൻ്റെ അടുത്ത് ഗരുഡ പെൺകൊടികളും മുഖം മൂടി ധരിച്ച ഗരുഡന്മാരും കൂടെ നൃത്തം ചവിട്ടുന്നു. ബലരാമൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ബലരാമൻ പറഞ്ഞു, ജീവിതം
ആസ്വദിക്കാനുള്ളതാണ്. ബലരാമൻ നേരെ അവരുടെ അടുക്കലേക്ക് ചെന്നു. ചെന്നതിന് ശേഷം ബലരാമൻ അവരോടൊത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി? നൃത്തം ചവിട്ടാൻ തുടങ്ങി. നൃത്തം ചവിട്ടി ബലരാമൻ ഇങ്ങനെ ഉല്ലസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് കൃഷ്ണൻ നടന്ന് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ബലരാമൻ പറഞ്ഞു, കൃഷ്ണ വാ, നീ വാ, നമ്മളെ കൂടത്ത് ഇവിടെ നിന്ന് ഉല്ലസിക്ക്. അപ്പൊ കൃഷ്ണൻ ബലരാമനെ വിളിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് ആയുധങ്ങളൊക്കെ നിർമ്മിക്കണ്ടേ? ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകാം. ബലരാമൻ പറഞ്ഞു, എൻ്റെ പൊന്ന അനുജാ, നീ ജീവിതം ആസ്വദിക്കത്തില്ലെന്ന് വല്ല ശപഥവും എടുത്തിട്ടുണ്ടോ? ഇവിടെ നമുക്കിപ്പോൾ ഒരു യുദ്ധവും ഇല്ല, ഒന്നുമില്ല. നീ വാ, ഇവരോടൊത്ത് നൃത്തം ചെയ്ത് ഉല്ലസിക്കാം. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠൻ ഇവരോടൊത്ത് നൃത്തം ചെയ്തുകൊള്ളൂ, ഇവരോടൊത്ത് ഉല്ലസിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? ആദ്യം നമ്മുടെ ഗരുഡൻ വൈനതേയനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇവിടെ മുഴുവനും നടന്നു കാണണം, ഇവിടുത്തെ ഓരോ രഹസ്യ സ്ഥലങ്ങളും കാണണം. അങ്ങനെ ഗരുഡൻ കൃഷ്ണനെയും കൊണ്ട് ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. കൃഷ്ണൻ ഓരോന്നും മനസ്സിൽ കണക്ക് കൂട്ടി. അവിടുന്ന് വീണ്ടും വന്നു, സമുദ്രം കാണിച്ചു കൊടുത്തു. കൃഷ്ണൻ വിചാരിച്ചു, ഇവർ ഭാഗ്യവാന്മാരാണ്. പർവ്വതം, സമുദ്രം, വിളഭൂമി ഇവർക്കെല്ലാം തന്നെ ഉണ്ട്. കൃഷ്ണൻ അവിടുത്തെ ഭൂമിശാസ്ത്രം മുഴുവനും എന്ത് ചെയ്തു? നടന്ന് മനസ്സിലാക്കി. എന്നിട്ട് ഗുരു സാന്ദീപ മുനി ഇവരെ അഭ്യസിപ്പിച്ച വിദ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആയുധ നിർമ്മാണം എന്ന് പറയുന്നത്. ആയുധം നിർമ്മിക്കാൻ ഇവരെ പഠിപ്പിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ഓരോ മനുഷ്യരും സ്വന്തമായിട്ട് ഓരോ ആയുധങ്ങൾ നിർമ്മിക്കും. എന്നിട്ട് ആ ആയുധങ്ങൾ വെച്ചാണ് യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ കൃഷ്ണൻ ഒരു കാര്യം അവിടുന്ന് മനസ്സിലാക്കി. അവിടുത്തെ ഗരുഡ മുഖ്യനുണ്ട്. ഗരുഡ മുഖ്യന്റെ പേര് ആർത്തേയൻ എന്നാണ്. ഈ ആർത്തേയൻ എന്ന ഗരുഡ മുഖ്യൻ അഗ്നിദേവനെ ഉപാസിക്കുന്നു. ഈ ആർത്തേയന് ഒരുപാട് പ്രത്യേകതകളും രഹസ്യങ്ങളും ഉണ്ടെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി. കൃഷ്ണൻ വളരെ സൂക്ഷ്മതയോടെ ഒരു കാര്യം മനസ്സിലാക്കി. ആർത്തേയൻ അഗ്നിദേവനെ പ്രസാദിപ്പിക്കും. അഗ്നിദേവന്റെ സഹായത്തോടെ പാറക്കഷണങ്ങളെ ചുവന്ന ലോഹദ്രാവകമാക്കി മാറ്റും. ഇത് കണ്ടു കൃഷ്ണൻ ആർത്തേയന്റെ അടുക്കൽ കൂടി. ആർത്തേയന്റെ അടുക്കൽ കൂടിയതിന് ശേഷം കൃഷ്ണൻ ആ വിദ്യയും അഭ്യസിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ കൃഷ്ണൻ അഗ്നിദേവനെ പൂജിച്ചുകൊണ്ട് കട്ടികളെ ലോകങ്ങളെ ദ്രാവകങ്ങളായി ഉരുക്കുന്ന വിദ്യ പതുക്കെ പഠിച്ചു. എന്നിട്ട് ഗുരു സാന്ദീപനിയുടെ നിന്ന് പഠിച്ച വിദ്യകൾ വെച്ചിട്ട് അവിടുത്തെ ഗരുഡന്മാരെ എല്ലാം കൃഷ്ണൻ വിദ്യ അഭ്യസിപ്പിക്കാനായിട്ട് തുടങ്ങി. എന്ന് മാത്രവുമല്ല, ഗരുഡന്മാർക്ക് ചേർന്ന ആയുധം ചെമ്പുകൊണ്ട് അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങി. ചെമ്പുകൊണ്ടുള്ള ആയുധമാണ് ഗരുഡന്മാർക്ക് ഏറെ പ്രിയപ്പെട്ടത്. അങ്ങനെ ഗരുഡന്മാരെ പതുക്കെ പതുക്കെ യോദ്ധാക്കളാക്കി മാറ്റാൻ തുടങ്ങി. അപ്പോൾ ബലരാമൻ ഇടയ്ക്കിടയ്ക്ക് പറയും, കൃഷ്ണ, നീ ഇങ്ങനെ ഇരുട്ട വെളുക്ക ഈ ആയുധം നിർമ്മിക്കാതെ ഞങ്ങളോടൊത്ത് കൂടൂ. വല്ലപ്പോഴും കൂടിയൊക്കെ കൃഷ്ണൻ ഗരുഡന്മാരിൽ ഒരാളായി അലിഞ്ഞു ചേരും. ഇവിടെ കൃഷ്ണൻ എന്ത് ചെയ്തുവെന്നറിയാമോ? ഗരുഡന്മാരെ പതുക്കെ പതുക്കെ യുദ്ധമുറകൾ പഠിപ്പിച്ചു. അവരെ യുദ്ധ അഭ്യാസികളാക്കി മാറ്റി. എന്നു മാത്രവുമല്ല, പുതിയ പുതിയ ആയുധങ്ങൾ അവർക്ക് വേണ്ടി കൃഷ്ണൻ ഉണ്ടാക്കി. അത് സാന്ദീപ മുനിയിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ചിട്ടാണ് കൃഷ്ണൻ ഇത് ചെയ്തത്. അതിനുശേഷം കൃഷ്ണൻ എന്ത് ചെയ്തു? അവിടുത്തെ ഗരുഡ പെൺകുടികളെ രാസനൃത്തം നടത്താൻ പഠിപ്പിച്ചു. അവർക്ക് അത്ഭുതകരമായി. കൃഷ്ണൻ പറഞ്ഞു, അതെ, നമുക്ക് രാസനൃത്തം നടത്തണം. അങ്ങനെ അവിടെ കൃഷ്ണനും അവിടുത്തെ ഗരുഡ പെൺകുടിമാരും ചേർന്ന് രാസനൃത്തം നടത്താൻ തുടങ്ങി. അങ്ങനെ എന്തിനു പറയുന്നു, വളരെ പെട്ടെന്ന് ഗോമന്തകത്തിലെ ഗരുഡ വർഗത്തിൻ്റെ കണ്ണിലുണ്ണിയായിട്ട് കൃഷ്ണൻ മാറി. അവിടുത്തെ പുരുഷന്മാർക്കും അവിടുത്തെ സ്ത്രീകൾക്കും അവിടുത്തെ ഗ്രാമമുഖ്യനുമെല്ലാം
കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഈ സമയത്ത് എന്ത് ചെയ്തു? കൃഷ്ണൻ ഈ അഗ്നിദേവന്റെ സഹായത്തോടെ പല പല ആയുധങ്ങൾ നിർമ്മിച്ചു. പക്ഷേ കൃഷ്ണന് എത്ര നിർമ്മിച്ചിട്ടും ഒന്നും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. എന്ത് ചെയ്തിട്ടും കൃഷ്ണന് തൃപ്തി വരുന്നില്ല. ഈ സമയത്ത് ബലരാമനാകട്ടെ ഉല്ലസിച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ബലരാമൻ ഒന്ന് ഉണർന്നപ്പോൾ കാണാം നല്ല സുഗന്ധം, നല്ല മണം വരുന്നു. ബലരാമൻ വിചാരിച്ചു ഇത് എവിടുന്നാണ് വരുന്നത്. ബലരാമൻ നോക്കിയപ്പോൾ ഒരു വൃക്ഷത്തിന്റെ കാണ്ഡത്തിൽ നിന്നും നല്ല ജലം അമൃതിങ്ങനെ ഒഴുകുകയാണ്. ബലരാമൻ ഓടിച്ചെത്തുന്നു. ആഹാ, എന്തൊരു മണമാണിവയ്ക്ക്! ആ വൃക്ഷത്തിന്റെ കാണ്ഡത്തിൽ നിന്ന് വരുന്ന ആ വെളുത്ത ദ്രാവകം ബലരാമൻ കൈകൊണ്ട് കോരി കുടിച്ചു. കൈകൊണ്ട് കോരി കുടിച്ചപ്പോൾ കാണാം എന്തൊരു സുഖം, എന്തൊരു രസം. ബലരാമൻ വീണ്ടും വീണ്ടും കുടിച്ചു. അപ്പോൾ ബലരാമൻ പതുക്കെ പതുക്കെ ഉന്മത്തനാകാൻ തുടങ്ങി. ബലരാമൻ വിചാരിച്ചു ഇത് കൊള്ളാമല്ലോ. ആ സമയത്ത് ഈ സോമരസം ഉള്ളിൽ ചെന്നപ്പോൾ ബലരാമന് ആ കറുത്ത പെൺകുട്ടികളിൽ പോലും ഒരഴക് തോന്നി. ഇതുവരെ ഇല്ലാത്തൊരാകർഷണം തോന്നി. ബലരാമന് പാട്ടുപാടാൻ തോന്നി. ബലരാമൻ അവിടുന്ന് നടന്നു. പക്ഷേ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. ബലരാമൻ നടന്ന് കൃഷ്ണന്റെ അടുക്കലേക്ക് എത്തി. അപ്പോൾ കൃഷ്ണനാകട്ടെ അവിടെ ആയുധം നിർമ്മിക്കുന്നതിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ബലരാമൻ വിചാരിക്കുകയാണ് എൻ്റെ അനുജൻ പാവം, അവൻ ഇരുട്ട വെളുക്ക ഇങ്ങനെ അധ്വാനം തന്നെ, അധ്വാനം. ഇവൻ എപ്പോഴും ആയുധമെന്നും പറഞ്ഞിരിക്കുകയാണ്. പാവം, നാളെ ആകട്ടെ ഇവന് കുറച്ച് സോമരസം കൊണ്ട് കൊടുക്കണം. അപ്പോൾ ബലരാമൻ ഇങ്ങനെ ശരിക്കും 4 കാലയിൽ വരികയാണ്. ബലരാമൻ വന്നിട്ട് പറഞ്ഞു കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ തിരിഞ്ഞു നോക്കി. കൃഷ്ണൻ അമ്പരന്ന് പോയി. എന്ത്? കാല് നിലത്തുറയ്ക്കുന്നില്ല, ആടി നിൽക്കുന്നു, നാവ് കുഴയുന്നു. അപ്പോൾ പറഞ്ഞു കൃഷ്ണ, നീ ഇങ്ങനെ ജീവിതം ആസ്വദിക്കാതെ ആയുധം നിർമ്മിച്ചിരിക്കുകയാണോ അനുജ? നിനക്കൽപ്പൻ രസം വേണ്ടേ? നോക്ക്, അവിടെ ഒരു വൃക്ഷത്തിന്റെ കാണ്ഡത്തിൽ നിന്ന് സോമരസം വരുന്നു. ഞാൻ നിനക്ക് കുറച്ച് കൊണ്ടുതരാം. നീ അതൊക്കെ കുടിച്ച് നിനക്കൊരു ഉന്മേഷം വരട്ടെ. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു സാരമില്ല ജ്യേഷ്ഠൻ, ഇപ്പൊ പോയി എന്ത് ചെയ്യ്, വിശ്രമിക്ക് ജ്യേഷ്ഠ. എന്ത് വിശ്രമം? നീ ഇതെന്താ ഈ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു ജ്യേഷ്ഠ, ഞാൻ ആയുധം ഉണ്ടാക്കുകയാണ്. ജ്യേഷ്ഠൻ ഇങ്ങനെ നടന്നുള്ളൂ. നോക്കൂ, ജരാസന്ധൻ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ നമ്മുടെ കയ്യിൽ ആയുധം? ബലരാമൻ പൊട്ടിച്ചിരിച്ചിട്ട് ബലരാമൻ പറഞ്ഞു എൻ്റെ കൃഷ്ണ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ആ ജരാസന്ധൻ ഈ മല ഇടുക്കിലേക്കൊന്നും വരാൻ പോകുന്നില്ല. അല്ല, വരട്ടെ, അവൻ വരട്ടെ, ഞാൻ ഒറ്റയ്ക്ക് അവനെ തൂക്കിയെടുത്ത് നിലത്തഴിക്കും. അപ്പൊ പറഞ്ഞു ജ്യേഷ്ഠ, അതൊന്നും പോരാ, ഞാൻ ദാ ഇപ്പൊ ഗദ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നീ എന്തിന് ഗദ നിർമ്മിക്കുന്നു? ജ്യേഷ്ഠൻ എന്തെങ്കിലും ആയുധം നിർമ്മിക്ക്. അപ്പോൾ ബലരാമൻ പറഞ്ഞു എൻ്റെ അനുജൻ, നീ എന്തൊരു മണ്ടനാണ്, നീ മെനക്കെട്ടിരുന്ന ആയുധം നിർമ്മിക്കാൻ പോവുകയാണ്, എനിക്ക് വലിയ സമയമൊന്നും വേണ്ട എന്നും പറഞ്ഞ് ബലരാമൻ ഇങ്ങനെ 4 ചുറ്റും നോക്കിയിട്ട് ബലരാമൻ പറഞ്ഞു ഇതാ എൻ്റെ ആയുധം. കാല് നിലത്തിറക്കുന്നില്ല ബലരാമൻ. എൻ്റെ ആയുധം ഇപ്പൊ കൊണ്ടുവരാം ഞാൻ. ബലരാമൻ നടന്നു. അവിടെ ഗരുഡന്മാര് പാടത്ത് നിലമുഴുകുകയാണ്. അപ്പൊ ബലരാമൻ അടുത്ത് ചെന്നിട്ട് കലപ്പയിൽ നിന്ന് കാളകളെ അഴിച്ചു മാറ്റി. അവരൊക്കെ അത്ഭുതത്തോടു കൂടി നോക്കിയാണ്. 5 പേര് ചേർന്നാൽ പോലും പൊക്കാൻ പറ്റാത്ത ആ കലപ്പ ബലരാമൻ പുല്ലുപോലെ പൊക്കിയെടുത്ത് തോളത്ത് വെച്ച് നടന്ന് കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കൃഷ്ണ, എൻ്റെ ആയുധം റെഡി. കൃഷ്ണൻ അമ്പരന്ന് പോയി. എന്ത്? ദാ ഈ കലപ്പയാണ് എൻ്റെ ആയുധം. ഇനി വരട്ടെ, ജരാസന്ധനോട് വരാൻ പറ കൃഷ്ണ, അവൻ വരട്ടെ, ഒറ്റയടിക്ക് അവൻ്റെ മണ്ട ഞാൻ പൊളിക്കും, ഇതാണ് എൻ്റെ ആയുധം എന്ന് പറഞ്ഞ് ബലരാമൻ പൊട്ടിച്ചിരിച്ചിട്ട് ആ കലപ്പയെടുത്ത് ഇങ്ങനെ ഒരൊറ്റ എറിഞ്ഞിട്ട് അവിടേക്ക് വീണു. പിന്നെ നല്ല സുഖനിദ്ര.
കൃഷ്ണൻ ആയുധം നിർമ്മിക്കുന്നതൊക്കെ നിർത്തിയിട്ട് തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുക്കൽ വന്നു. കൃഷ്ണന് വല്ലാത്ത സ്നേഹം തോന്നി. കൃഷ്ണൻ ജ്യേഷ്ഠൻ്റെ മുടിയിഴകൾ ഇങ്ങനെ മാടി ഒതുക്കി. കൃഷ്ണൻ എന്തെന്നില്ലാത്തൊരു ഇഷ്ടം ബലരാമനോട് തോന്നി. കൃഷ്ണൻ ബലരാമൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുത്തു. പാവം ജ്യേഷ്ഠൻ, എൻ്റെ പാവം ജ്യേഷ്ഠൻ. സത്യത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. നല്ല വീരകൃത്യങ്ങൾ ജ്യേഷ്ഠൻ അറിയാം. എന്നെക്കാൾ ചിലപ്പോൾ വീരകൃത്യങ്ങൾ ചെയ്യും. പക്ഷേ എല്ലാം എൻ്റെ പേരിലേക്ക് അങ്ങിട്ട് തരും. ജ്യേഷ്ഠൻ പറയും എല്ലാം കൃഷ്ണനാണ് ചെയ്യുന്നത്. കൃഷ്ണൻ വന്ന് ബലരാമൻ്റെ അടുത്ത് കിടന്നു. ബലരാമനെ കെട്ടിപ്പിടിച്ചു. ബലരാമൻ്റെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് കിടന്നു. ബലരാമൻ ഉറക്കത്തിലെന്നവണ്ണം കൈകളെടുത്ത് കൃഷ്ണനെ പൂണ്ടടക്കം പിടിച്ചു. അതെ, ആ ജ്യേഷ്ഠ അനുജന്മാര് പരസ്പരം വാരി പുണർന്നുകൊണ്ട് ഇങ്ങനെ കിടന്ന് കടൽക്കാറ്റേറ്റ് അവർ മയങ്ങാൻ തുടങ്ങി. അത് കണ്ട് ഗരുഡ മുഖ്യന്മാരും ഗരുഡ പെൺകുടികളും അമ്പരന്ന് പോയി. എന്തൊരു സ്നേഹമാണിത് ആ ജ്യേഷ്ഠാനുജന്മാർക്ക്. ഇങ്ങനെ വാരി പുണർന്നുകൊണ്ട് കിടക്കാൻ ആർക്കാണ് കഴിയുന്നത്? അവർ ചിന്തിക്കുകയായിരുന്നു, തങ്ങൾക്കിടയിലെ സഹോദരന്മാരുമായിട്ട് ഇന്ന് വരെ ഇങ്ങനെ വാരി പുണർന്ന് കിടക്കാൻ പറ്റിയിട്ടില്ല. അതെ, കൃഷ്ണനും ബലരാമനും പരസ്പരം പുണർന്നു കിടക്കുകയാണ്. ഇത് കണ്ട ഗരുഡന്റെയും ഗരുഡ മുഖ്യന്റെയും കണ്ണുകളിൽ നിന്ന് എന്തുകൊണ്ടോ കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. അടുത്ത ദിവസം എന്ത് ചെയ്തു? കൃഷ്ണൻ വീണ്ടും താൻ ആയുധമുണ്ടാക്കുന്ന പണിപ്പുരയിലേക്ക് വന്നു. കൃഷ്ണൻ വിചാരിച്ചു ഇതൊന്നും പോരാ. കൃഷ്ണൻ എന്ത് ചെയ്തു? സ്വയം അഗ്നി ഉണ്ടാക്കി. ആ അഗ്നികുണ്ഡത്തിലേക്ക് ഓരോരോ കല്ലുകൾ, അവിടുന്ന് കിട്ടിയ പ്രത്യേകതരം കല്ലുകൾ. കൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കി. ഗോമന്തക പർവ്വതത്തിൻ്റെ താഴ്വരയിൽ അസാധാരണമായ കല്ലുകളുണ്ടെന്ന് അന്ന് വൈനതേയൻ്റെ കൂടെ പോയപ്പോൾ മനസ്സിലായി. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? ആ ഓരോ കല്ലുകളും കൃഷ്ണൻ പറക്കിയെടുത്തിരുന്നു. അത് അഗ്നിയിലേക്ക് കൃഷ്ണൻ ഹോമിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് കൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് അഗ്നിദേവനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് പണ്ട് താനെന്നൊരസ്യ ഇന്ദ്രദേവനെയും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ ആരും നിർമ്മിച്ചിട്ടില്ലാത്തൊരായുധം നിർമ്മിക്കാൻ എന്നെ സഹായിക്കണേ. ഇന്ന് വരെ ആരും നിർമ്മിച്ചിട്ടില്ലാത്ത ആയുധം നിർമ്മിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തേക്ക് ഓരോ ലോഹങ്ങളായിട്ട് ഇട്ടുകൊടുക്കുമ്പോൾ ആ ഓരോ ലോഹങ്ങളും വെന്ത് ഉരുകുകയാണ്. ഉരുകി അത് ലോകദ്രവമായിട്ട് ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അതിനകത്തൊരു കല്ല് മാത്രം ഇങ്ങനെ ചുട്ടുപഴുത്ത് കിടക്കുന്നു. അഗ്നിക്കകത്ത് കിടന്ന് എത്ര ദഹിച്ചിട്ടും അത് ദ്രാവകമാകുന്നില്ല. അത് ചുട്ടുപഴുത്ത് കിടക്കുകയാണ്. കൃഷ്ണൻ മന്ത്രോച്ചാരണത്തോടുകൂടി വീണ്ടും അതിലേക്ക് എണ്ണ പകർന്നു കൊടുത്തു, നെയ്യ് പകർന്നു കൊടുത്തു. ആ സമയത്ത് അഗ്നി ആളിക്കത്തി. എത്ര ആളിക്കത്തിയിട്ടും ആ ഒരു കല്ല് മാത്രം ചുമന്ന് കിടക്കുന്നു. ഒടുവിൽ അതിൽ നിന്ന് ഒരു തുള്ളി ലോഹം ഉരുകി വന്ന് വീണു. അത് വെള്ളത്തിൻ്റെ ചാലുകളിലേക്ക് പോയി. ആ തുള്ളി വെള്ളത്തിൻ്റെ ചാലിലെത്തിയപ്പോൾ ചൂന്നും പറഞ്ഞ് ചീറ്റാൻ തുടങ്ങി. കുറെ കഴിഞ്ഞത് തണുത്തു. കൃഷ്ണൻ വന്നതെടുത്തു. അസാധാരണമായ ഒരു കട്ടി അതിൻ്റെ 4 ചുറ്റും മുന പോലെ കൂർത്തു വന്നിരിക്കുന്നു. കൃഷ്ണൻ വിചാരിച്ചു, അതേ എൻ്റെ പ്രാർത്ഥന അഗ്നിദേവനും ഇന്ദ്രദേവനും കേട്ടിരിക്കുന്നു. വജ്രായുധമായ ഒരു വജ്രക്കല്ല് എനിക്ക് തന്നിരിക്കുന്നു. കൃഷ്ണൻ ആദ്യം എന്തു ചെയ്തു? അവിടെ ഒരു ചെമ്പ് ഫലകമിരുന്നു. കൃഷ്ണൻ ഈ ചക്രം എടുത്തിട്ട് ആ ചെമ്പ് ഫലകത്തിലേക്ക് എറിഞ്ഞു. അത്ഭുതം! ആ ചെമ്പ് ഫലകൻ 2ആയി മുറിഞ്ഞുപോയി. കൃഷ്ണൻ വീണ്ടും ആ സാധനം എടുത്തു.
ആ സാധനം എടുത്തിട്ട് അതിലേക്ക് ചെമ്പ് അമ്പുകൾ അയച്ചു. ഗരുഡന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? ചെമ്പ് കൊണ്ടുള്ള അമ്പുകളാണ്. അതയച്ചു. അതയച്ചു കഴിഞ്ഞപ്പോൾ കാണാം ആ അമ്പുകൾ അതിൽ തട്ടിയിട്ട് എന്ത് ചെയ്തു? ഒടിഞ്ഞുപോയി, രണ്ടായിട്ട് ഒടിഞ്ഞുപോയി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, കിട്ടി കിട്ടി, ഞാൻ ഉദ്ദേശിച്ച ആയുധം കിട്ടിപ്പോയി, ഞാൻ ഉദ്ദേശിച്ച ആയുധം കിട്ടിപ്പോയി. കൃഷ്ണൻ തുള്ളിച്ചാടിക്കൊണ്ട് എഴുന്നേറ്റിട്ട് വിചാരിച്ചു ഈ വിവരം ആദ്യം അറിയിക്കേണ്ടത് ജ്യേഷ്ഠനാണ്. കൃഷ്ണൻ വിളിച്ചു, ജ്യേഷ്ഠ എന്ന് വിളിച്ചു. ജ്യേഷ്ഠ എന്ന് വിളിച്ചു ഓടിക്കൊണ്ടുവന്ന കൃഷ്ണൻ അമ്പരന്ന് പോയി. ജ്യേഷ്ഠൻ എങ്ങനെ മലന്ന് കിടക്കുകയാണ്. ഒരു പെൺകുട്ടിയാകട്ടെ ജ്യേഷ്ഠന്റെ അടുക്കൽ വന്ന് നിന്നുകൊണ്ട് ജ്യേഷ്ഠനെ എന്ത് ചെയ്യുന്നു? പാദം തിരുമുന്നു. മറ്റൊരു പെണ്ണാകട്ടെ തൻ്റെ ജ്യേഷ്ഠനായ ബലരാമന് പൂമാല കോർക്കുകയാണ്. വേറൊരു പെണ്ണാകട്ടെ ജ്യേഷ്ഠന്റെ തലമുടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കൃഷ്ണൻ അമ്പരന്ന് നിന്നു. കൃഷ്ണൻ പറഞ്ഞു, എടോ എൻ്റെ ജ്യേഷ്ഠനാണ് കൊള്ളാലോ. അപ്പൊ കൃഷ്ണൻ വരുന്നത് ജ്യേഷ്ഠൻ കണ്ടു. ജ്യേഷ്ഠൻ പറഞ്ഞു, കൃഷ്ണ വാ വാ, നീഞ്ഞു വാ, നീ ഇതൊക്കെ കണ്ടോ? ദേ നോക്ക്, ഈ സുന്ദരിയെ നീ കണ്ടോ? ഇവളുടെ പേര് വാരുണി എന്നാണ്. ഈ വാരുണിക്കാണ് എനിക്കിനി തൊട്ട് ഭക്ഷണം തരുന്ന ചുമതല. അപ്പൊ കൃഷ്ണൻ വാരുണിയെ ഒന്ന് നോക്കി. വാരുണി ലജ്ജിച്ചു തലതാഴ്ത്തി. അപ്പോൾ പറഞ്ഞു, ദാ ഈ സുന്ദരിയെ കണ്ടോ? ഇവളുടെ പേരാണ് കാന്തി. ഈ കാന്തിക്ക് എന്താണെന്നറിയാമോ? എനിക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളൊക്കെ ഒരുക്കുക. അതാണ് കാന്തിയുടെ ചുമതല. ദേ നോക്കൂ, എൻ്റെ കാല് തിരുമുന്ന ഈ സുന്ദരിയെ കണ്ടോ? ഇവളുടെ പേരാണ് ഏതെന്ന് പറയുന്നത്? അനുജ. ഈ അനുജയ്ക്കാണ് എൻ്റെ കാല് തിരുമുന്നത്. നീയും വാ, നീയും ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഒന്നുമില്ല ജ്യേഷ്ഠ, ഞാൻ ഇങ്ങോട്ടേക്കൊരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതാണ്. അപ്പോൾ ബലരാമൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ചോദിച്ചു, എന്താണ്? ഞാനൊരു പുതിയ ആയുധം നിർമ്മിച്ചു ജ്യേഷ്ഠ. പുതിയ ഒരു ആയുധം സന്ദീപമുനി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ആയുധം നിർമ്മിക്കാനായിട്ട്. അവിടെ വെച്ച് അദ്ദേഹം ഒരു ആയുധം തരികയും ചെയ്തു, ഒരു ചക്രം. അത് കണ്ടു. പക്ഷേ ഞാനിത് അന്ന് സന്ദീപമുനി നമ്മളെ കാണിച്ച ആ ചക്രം, പക്ഷെ ആ ചക്രം പലപ്പോഴും അമ്പ് തട്ടിയാൽ രണ്ടായിട്ട് ഒടിഞ്ഞു പോകുമായിരുന്നു കൃഷ്ണ, ബലരാമൻ ജ്യേഷ്ഠ. ഞാനിപ്പോൾ ഇതാ ഈ ഗോമന്തകത്തിൽ നിന്ന് പ്രത്യേകമായ കല്ലുകൾ കണ്ടെടുത്തു. ആ കല്ലുകൾ അഗ്നിക്കകത്തിട്ടു. ഒരു കല്ല് മാത്രം ഉരുകാതെ കിടന്നു. കട്ടി പിടിച്ചപ്പോൾ എന്തൊരു കട്ടി ജ്യേഷ്ഠ! അതിനകത്തെ കമ്പയച്ചാൽ അമ്പുകൾ ഒടിഞ്ഞു പോകും ജ്യേഷ്ഠ. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്ന് പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ച് നോക്കാം. എന്നാൽ നോക്കട്ടെ, നീ ആ ചക്രം എടുത്ത് വയ്ക്ക്. ഇങ്ങോട്ട് വന്നിട്ട് തൻ്റെ കലപ്പ അങ്ങോട്ട് ബലരാമൻ എടുത്തിട്ട് ഒരൊറ്റയാടി ആ ചക്രത്തില്. ബലരാമൻ അന്തം വിട്ടുപോയി. ആ കലപ്പ അടികൊണ്ട് തൻ്റെ പിടിവിട്ട് കലപ്പ തെറിച്ചുപോയി. ഇതിനൊരു ചെറിയ പോറല് പോലും പറ്റിയിട്ടില്ല. ബലരാമൻ അത്ഭുതത്തോടു കൂടി തൻ്റെ അനുജനെ നോക്കി. അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ, നീ അസാമാന്യ ബുദ്ധിമാനാണ്, നീ അസാമാന്യ ബുദ്ധിമാനാണ്, നീ പരിശ്രമശാലിയാണ് കൃഷ്ണ. കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ജ്യേഷ്ഠ, ഞാനൊരു ഗദയുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അമ്പും വില്ലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ജ്യേഷ്ഠൻ മാത്രം ഇങ്ങനെ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ബലരാമൻ പറഞ്ഞു, എനിക്ക് ഈ കലപ്പ മതി, പിന്നെ ഒരു ഗദ, അതൊക്കെ എന്ത് ചെയ്യാം, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗരുഡൻ ഇടയ്ക്കിടയ്ക്ക് കരവീരപുരത്തേക്ക് പോകാറുണ്ട്. കരവീരപുരത്ത് പോയിട്ട് ഈ ഗരുഡൻ ഒരു ദിവസം ഓടിക്കിതച്ചെത്തി. ഓടിക്കിതച്ച് ഗരുഡൻ എത്തിയിട്ട് പറഞ്ഞു, കൃഷ്ണ ഭഗവാനേ, ഒരു വലിയ രാജാവ് കുറേ സൈന്യവുമായി വരുന്നുണ്ടെന്നും പറഞ്ഞ് ഗാലവൻ, കരവീരപുരത്തെ ഗാലവൻ ആ രാജാവിനെ സ്വീകരിക്കാൻ ഇതാ ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരുങ്ങി നിൽക്കുന്നു. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, നിനക്ക് ആ രാജാവിൻ്റെ പേരെന്താണെന്നറിയാമോ?
അപ്പോൾ ഗരുഡൻ പറഞ്ഞു, പേര് ഞാനങ്ങ് മറന്നുപോയി പ്രഭു, ഞാൻ ശ്രമിച്ചിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അയാളുടെ പേര് ജരാസന്ധൻ എന്നാണോ? അപ്പോൾ പറഞ്ഞു, അതെ അതെ പ്രഭു, അയാളുടെ പേര് ജരാസന്ധൻ എന്നാണ്. കൃഷ്ണൻ പറഞ്ഞു, ഗരുഡ, ജരാസന്ധൻ വരുന്നു, ഒരു വലിയ യുദ്ധത്തിന് അവൻ തയ്യാറായിക്കൊള്ളൂ. അവൻ കരവീരപുരത്ത് വന്ന് ഗാലവന്റെ സഹായം തേടാനാണ് വന്നത്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ. അപ്പോഴും ബലരാമൻ ജ്യേഷ്ഠൻ ഈ 3 പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, ജരാസന്ധ മഹർഷി വരുന്നു ആക്രമിക്കാൻ. മഹർഷിയല്ല, ജരാസന്ധ രാജാവ് വരുന്നു ആക്രമിക്കാൻ. ജരാസന്ധൻ കരവീരപുരത്തെത്തിക്കഴിഞ്ഞു. ഗാലവൻ അയാളെ സ്വീകരിച്ചു. അപ്പൊ ഗാലവന്റെ സൈന്യത്തെയും അയാളോടൊപ്പം വിടും. ജരാസന്ധൻ എന്ന് കേട്ടതും ബലരാമൻ ചാടി എഴുന്നേറ്റു. തൻ്റെ ചുറ്റും നിന്ന സ്ത്രീകളെ ആക്രോശിച്ചുകൊണ്ട് ആട്ടിപ്പായിച്ചു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, അവൻ വരുന്നു എങ്കിൽ നമുക്ക് ആയുധങ്ങൾ വേണം. അപ്പോൾ പറഞ്ഞു, ജ്യേഷ്ഠ, നമ്മുടെ ആയുധത്തിലേക്ക് നമുക്ക് ശക്തിയെ ആവാഹിക്കണം. അതിനു മുമ്പ് ജ്യേഷ്ഠന്റെ ആയുധം കൊണ്ടുവാ. ബലരാമൻ ഓടിപ്പോയി ഒരു മഴുവെടുത്തു. അവിടെ നിന്ന വലിയ ഒരു മരം വെട്ടി 1-2 ദിവസം കൊണ്ട് ബലരാമൻ ആ മരത്തിനെ പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണിക്കുമ്പം പോയില്ല, സോമരസം കുടിക്കും. എന്നിട്ട് ഒന്നാന്തരം ഒരു ഗദ ബലരാമൻ നിർമ്മിച്ചു. ബലരാമൻ നിർമ്മിച്ചിട്ട് പറഞ്ഞു, അനുജ, എൻ്റെ ആയുധങ്ങൾ റെഡി, എനിക്ക് ഈ ഗദയും എനിക്ക് ഈ കലപ്പയും മതി. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ പറഞ്ഞു, നാളെ ഉത്തമ മുഹൂർത്തമാണ്. ആദിപരാശക്തിക്ക് അത്യധികം സ്വാധീനമുള്ള ദിവസം. ആ ദിവസം നമുക്ക് ആദിപരാശക്തിയെ ഈ ആയുധങ്ങളിലേക്ക് ആവാഹിക്കണം. കൃഷ്ണ, ആവാഹിക്കണം ജ്യേഷ്ഠ. ബലരാമൻ പറഞ്ഞു, അതെ, ആവാഹിക്കണം. അടുത്ത ദിവസം അതൊരു ഉത്സവമായി, ആയുധ പൂജ ഉത്സവം. കൃഷ്ണൻ ആയുധങ്ങളിലേക്ക് ശക്തി ആവാഹിക്കാൻ പോവുകയാണ്. ആ ശക്തി ആവാഹിക്കാൻ പോകുന്ന കാഴ്ച കാണാൻ എല്ലാവരും ഇങ്ങനെ കാത്തിരുന്നു. അടുത്ത ദിവസം എത്തിക്കഴിഞ്ഞു. ആയുധ പൂജ തുടങ്ങാൻ പോവുകയാണ്. കൃഷ്ണൻ ആയുധങ്ങൾ ഒന്നൊന്നായി നിരത്തി വെച്ചു. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ജ്യേഷ്ഠന്റെ ഈ കലപ്പയ്ക്ക് ഞാനൊരു പേരിടുകയാണ്. ഈ കലപ്പയുടെ പേര് സംവർത്തകമെന്നാണ്. ജ്യേഷ്ഠന്റെ കയ്യിലിരിക്കുന്ന ഈ മുസലം, ജ്യേഷ്ഠൻ നിർമ്മിച്ച ഈ ഗദ, ഈ മുസലം, ഇരുമ്പുലക്ക, ഈ മുസലത്തിന് ഞാനൊരു പേരിടുകയാണ്, സൗനന്ദം. ഇന്നു മുതൽ ജ്യേഷ്ഠന്റെ കലപ്പ സംവർത്തകം എന്ന പേരിൽ അറിയപ്പെടും. ജ്യേഷ്ഠന്റെ ഗദ സൗനന്ദം എന്ന പേരിൽ അറിയപ്പെടും. ജ്യേഷ്ഠ, ഇതെന്റെ ധനുസാണ്. ഇതിന്നു മുതൽ ശാർങ്കം എന്ന പേരിൽ അറിയപ്പെടും. ശാർങ്കം. കൃഷ്ണന്റെ ധനുസ് ഇന്നു മുതൽ ശാർങ്കം എന്ന പേരിൽ അറിയപ്പെടും. ഇതെന്റെ ഗദയാണ് ജ്യേഷ്ഠ. ഈ ഗദ ഇന്നു തൊട്ട് കൗമോദകി എന്ന പേരിൽ അറിയപ്പെടും. കൗമോദക എന്ന പേരിൽ അറിയപ്പെടും. ജ്യേഷ്ഠ, ഈ ചക്രം ഇന്നു മുതൽ മഹാസുദർശനം എന്ന പേരിൽ അറിയപ്പെടും. ഇത് അത്യപൂർവമായ കല്ലുകളാൽ ഞാൻ നിർമ്മിച്ചെടുത്തതാണ്. ഇതിലേക്ക് സാന്ദീപ മുനി പഠിച്ചു തന്ന വിദ്യയും ഞാനേ പ്രയോഗിച്ചു കഴിഞ്ഞു. വിട്ടിട്ട് തിരിച്ച് കൈകളിലേക്ക് എടുക്കുന്ന വിദ്യ, സാന്ദീപ മുനി പഠിപ്പിച്ച ആ വിദ്യ ഇതാ അഗ്നിക്കകത്ത് പോലും ഉരുകാത്ത കല്ലിൽ ഞാൻ സുരക്ഷിതമായി പ്രയോഗിച്ച് ശരിയാക്കിയിരിക്കുന്നു ജ്യേഷ്ഠ. ഇത് ഞാൻ എവിടെ വിട്ടാലും പോയിട്ട് തിരിച്ചെൻ്റെ വിരലിലേക്ക് തിരിച്ചു വരും. മഹാസുദർശനം. കൃഷ്ണൻ ധ്യാനാവസ്ഥയിലിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. അപ്പോൾ ബലരാമൻ പറഞ്ഞു, നമുക്ക് ശക്തിയെ ആവാഹിക്കാം എന്ന് പറഞ്ഞു. ആദിപരാശക്തിയുടെ മന്ത്രം ചൊല്ലാം. അപ്പോൾ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ധ്യാനത്തിലിരിക്കും. ആ സമയത്ത് ഞാൻ പറയുന്ന മന്ത്രം നിങ്ങൾ ഏറ്റു ചൊല്ലണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ ചൊല്ലാമെന്ന് പറഞ്ഞു. കൃഷ്ണൻ ധ്യാനാവസ്ഥയിലിരുന്നു. ആയുധങ്ങൾ വെച്ചു. കൃഷ്ണൻ ഓരോ ധ്യാനാവസ്ഥ കഴിഞ്ഞിട്ടും തൻ്റെ 2 കൈകളും ആ ശക്തിയെ അതിലേക്ക് ആവാഹിക്കുന്ന കണക്ക് കൊണ്ടുവരും. കൃഷ്ണൻ അവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഓം
രാധായേ സ്വാഹ. ബലരാമൻ അമ്പരന്ന് പോയി. ഇവൻ എന്തായി പറയേണ്ടത്? ആദിപരാശക്തിയെ യന്ത്രങ്ങളിലേക്ക് ആവാഹിക്കാൻ പോയപ്പോൾ ആയുധങ്ങളിലേക്ക് ആവാഹിക്കേണ്ട സമയത്ത് എന്താ പറയുന്നത്? പക്ഷേ എന്തെങ്കിലും ചോദിക്കാൻ ആ സമയത്ത് ബലരാമന് കഴിയുമായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഗരുഡന്മാരും ഗരുഡ മുഖ്യനായ ആർത്തകനും ഗരുഡനും കൃഷ്ണന്റെ സഹായി എല്ലാവരും അവിടുത്തെ ഗരുഡ പെൺകുടികളും പറഞ്ഞു, ഓം രാധായേ സ്വാഹ. ഒരു നിമിഷം ബലരാമൻ അറച്ചു നിന്നു. ഇതെന്താ ഞാൻ വേണ്ടത്? ഇവൻ എന്താണ് ഈ പറയുന്നത്? പിന്നെ ബലരാമൻ വിചാരിച്ചു, എന്തെങ്കിലും ഒന്നില്ലാതെ എൻ്റെ അനുജൻ ഒന്നും ചെയ്യില്ല. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ഓം രാധായേ സ്വാഹ. അപ്പോൾ അവിടെ നിന്നവർ ഒന്നിച്ചു പറഞ്ഞു, ഓം രാധായേ സ്വാഹ. വീണ്ടും പറഞ്ഞു കൃഷ്ണൻ, ഓം രാധായേ സ്വാഹ. അവിടെ നിന്നവർ ഒന്നിച്ചു പറഞ്ഞു, ഓം രാധായേ സ്വാഹ. ഞാൻ എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന ഓം രാധായേ സ്വാഹ, അതുപോലെ എൻ്റെ വീഡിയോ അവസാനിക്കുമ്പോൾ പറയുന്ന മന്ത്രം, അതിൻ്റെ രണ്ടിൻ്റെയും പ്രാധാന്യം എന്തെന്നതാ ഇപ്പം മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങൾ ഇപ്പം മനസ്സിലാക്കിക്കൊള്ളൂ. ഇത് കൃഷ്ണൻ ചൊല്ലുന്നതായി സങ്കല്പിച്ച് ഞാൻ ചൊല്ലുമ്പോൾ കൂടെ ചൊല്ലിക്കൊള്ളൂ. ഇപ്പം തന്നെ എൻ്റെ രോമങ്ങൾ എഴുന്നു നിന്നു. അത്യപൂർവമായ രണ്ട് മന്ത്രങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പം വെക്കാൻ പോകുന്നത്. അതെ, കൃഷ്ണൻ ആയുധ പൂജ നടത്താൻ ഉപയോഗിച്ച അത്യപൂർവവും ദിവ്യവുമായ മന്ത്രം. എൻ്റെ രാധാഭക്തരെ, നിങ്ങളുടെ മുന്നിൽ അത് ഞാൻ തുറന്നു തരികയാണ്. നിങ്ങൾക്ക് നേരത്തെ കേട്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആ പ്രാധാന്യം അറിയില്ല. എൻ്റെ വീഡിയോ തുടങ്ങുന്ന മന്ത്രവും എൻ്റെ വീഡിയോ അവസാനിക്കുന്ന മന്ത്രവും കൃഷ്ണൻ വീണ്ടും കണ്ണുകളടച്ച് ധ്യാന നിമീലിതനായിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഓം രാധായേ സ്വാഹ. അപ്പൊ എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു, ഓം രാധായേ സ്വാഹ. ഒരു നിമിഷം പ്രകൃതി നിശ്ചലമായി. കടലിലേക്ക് ഉയർന്ന തിരമാല അങ്ങനെ തന്നെ നിന്നു. കാറ്റുകൾ നിശ്ചലമായി, വൃക്ഷങ്ങൾ നിശ്ചലമായി, സകലതും നിശ്ചലമായി. കൃഷ്ണന്റെ ആവാഹന പ്രക്രിയ തുടങ്ങാൻ പോവുകയാണ്. കൃഷ്ണന്റെ ആവാഹന പ്രക്രിയ തുടങ്ങാൻ പോവുകയാണ്. കൃഷ്ണൻ എഴുന്നേറ്റു. ആദിപരാശക്തിയുടെ ശക്തി തൻ്റെ യന്ത്രങ്ങളിലേക്ക്, തൻ്റെ ആയുധങ്ങളിലേക്ക് ആവാഹിക്കാൻ പോവുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ കൂടെ പറഞ്ഞുകൊള്ളൂ, ബലരാമൻ ജ്യേഷ്ഠ, അന്തരീക്ഷം മുഴുവനും ഈ ദിവ്യമന്ത്രം മുഴങ്ങട്ടെ, ഈ ദിവ്യമന്ത്രം മുഴങ്ങട്ടെ. കൃഷ്ണൻ രണ്ട് കൈകളും എടുത്ത് അന്തരീക്ഷത്തിൽ നിന്ന് ഏതോ ശക്തി ആവാഹിക്കുന്ന കണക്ക് തൻ്റെ ആയുധങ്ങളിലേക്ക് കൈകൾ കൊണ്ടുവന്ന ആ ശക്തിയെ പ്രവഹിപ്പിക്കാൻ തുടങ്ങി. കൃഷ്ണൻ പറഞ്ഞു, ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. അന്തരീക്ഷം മുഴുവനും ആ ദിവ്യമായ മന്ത്രധ്വനി മുഴങ്ങി. ഈ സമയം ഈ ശബ്ദം വായു ഭഗവാൻ ഏറ്റെടുത്തു. അതെ, വൃന്ദാവന തടങ്ങളിൽ പോലും ഈ മന്ത്രം മുഴങ്ങാൻ തുടങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു, ഇത് എവിടുന്നാണ് വരുന്നത്? അതെ, കൃഷ്ണൻ ആവാഹിക്കുകയാണ്. ആവാഹന ക്രിയ പൂർത്തിയാകാൻ പോവുകയാണ്. അതെ, ആ ഓരോ ആയുധങ്ങളും സ്വർണ്ണത്തിളക്കത്തിലേക്ക് വരികയാണ്. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. കൃഷ്ണൻ അതിലേക്ക് ഗരുഡന്മാർ കൊണ്ടുകൊടുത്ത പൂക്കളിട്ടു. കൃഷ്ണൻ സമുദ്ര ജലമെടുത്ത് തളിച്ചിട്ട് പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠ, ഗരുഡ മുഖ്യന്മാരെ, ആയുധ പൂജ പൂർത്തിയാക്കിയിരിക്കുന്നു. ആദിപരാശക്തിയുടെ ശക്തിയെ ആവാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ
കൃഷ്ണൻ വസുദേവപുത്രൻ. അതെ, ഇപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. നന്ദനന്ദൻ എന്നല്ല, ഞാൻ കൃഷ്ണൻ വസുദേവപുത്രൻ ദേവകീപുത്രൻ. ഇവിടെ വച്ചു പറയുന്നു, ആദിപരാശക്തിയെ ആവാഹിച്ച ഈ രണ്ട് മന്ത്രം, ഓം രാധായൈ സ്വാഹ, ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നവനാരോ അവൻ എൻ്റെ കടാക്ഷവും രാധയുടെ കടാക്ഷവും ഉണ്ടായിരിക്കും. അവന് ഭൂത പ്രേത പിശാചുക്കൾക്കൊന്നും ബാധിക്കാൻ സാധ്യമല്ല. അവൻ രോഗപ്രതിരോധ ശക്തികൾ നേടുന്നവനായിരിക്കും. അവൻ എന്നും ആനന്ദം ലഭിക്കുന്നവനായിരിക്കും. ആരാണോ ഈ മന്ത്രത്തെ നിന്ദിക്കുന്നത് അവൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പുഴുവായി അരിച്ചു നടക്കും. അവന് പിന്നെ മനുഷ്യ ജന്മം കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. മോക്ഷം അവൻ ഒരുപാട് അകലെയായിരിക്കും. അത്രയ്ക്ക് പരിപാവനമാണ് ഈ മന്ത്രം എന്ന് അവിടെ വെച്ച് പറഞ്ഞു. അപ്പൊ ഗരുഡമുഖ്യൻ വന്നിട്ട് പറഞ്ഞു, ഓം രാധായേ സ്വാഹ. അപ്പോൾ അവിടുത്തെ പെൺകുടികൾ ഉച്ചത്തിൽ പറഞ്ഞു, ഓം രാധായേ സ്വാഹ. അതെ, അപ്പ ആർത്തകൻ വീണ്ടും പറഞ്ഞു, ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. അവിടെ കൂടിയിരുന്നവർ ഒന്നിച്ചു പറഞ്ഞു, ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സേ, ഈ മന്ത്രം ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും നിങ്ങളോട് മിണ്ടിയിട്ടില്ല. ആ മിണ്ടാതിരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ എപ്പിസോഡ് വരട്ടെ, അപ്പോൾ മാത്രമേ ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകൂ എന്ന് മാത്രവുമല്ല, ഈ അതിവിശിഷ്ടമായ മന്ത്രത്തിൻ്റെ രഹസ്യമറിഞ്ഞ് അത് ചൊല്ലാനുള്ള പ്രേരണ, ആ പ്രേരണയ്ക്ക് നിങ്ങൾ അർഹരാണോ? അർഹരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ തുടക്കം തൊട്ട് കണ്ട് വന്ന് ഇന്നത്തെ ദിവസത്തെ ഇത് അർഹതയുള്ളവർ മാത്രമേ ഇന്നത്തെ ഈ വീഡിയോ കാണുകയുള്ളൂ. അല്ലാത്തവരാരും കാണില്ല. ഈ വീഡിയോ കേട്ട്, ഈ മന്ത്രം കേട്ട് നിങ്ങളുടെ ഓരോ രോമങ്ങളും എഴുതു നിൽക്കുമെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഈ മന്ത്രത്തിൻ്റെ യഥാർത്ഥ രഹസ്യം എന്തെന്ന് പറയാതെ ഞാൻ കാത്തുവച്ചത്. ഇതാ എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രേക്ഷകരെ, ഈ മന്ത്രത്തിൻ്റെ രഹസ്യം ഇതാണ്. ഈ മന്ത്രത്തിൻ്റെ രഹസ്യം ഇതാണ്. സർവധനവും സർവ ഐശ്വര്യവും സർവവിധ ഭൂതപ്രേത പിശാചുക്കൾ സർവ്വതിൽ നിന്നും മോചനം നേടുന്ന അത്യപൂർവമായ മന്ത്രം ഇതാ നിങ്ങൾക്ക് ഞാൻ തുറന്നു തന്നിരിക്കുന്നു. നിങ്ങൾ പണ്ടേ കേട്ടിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് സാറ് വേറെന്തോ രാധാദേവിയുടെ ഒരു മന്ത്രം വെറുതെ ചൊല്ലുന്നു. അല്ല, സാറൊന്നും വെറുതെ ചൊല്ലാറില്ല, ഒരു കാര്യവും ചൊല്ലാറില്ല. ഈ മന്ത്രം, ഇതിൻ്റെ ശക്തി നിങ്ങൾക്ക് മനസ്സിലായി. ഇനി തൊട്ട് എൻ്റെ ഏത് വീഡിയോ തുടങ്ങുമ്പോഴും ഞാൻ ഈ മന്ത്രം പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ ചൊല്ലിക്കൊള്ളൂ. അങ്ങനെ സകല മന്ത്രത്തിലേക്കും രാധാറാണിയുടെ ശക്തി ആവാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണൻ തൻ്റെ ആയുധമായ സംവർത്തകത്തിലും സൗനന്ദത്തിലും തൊട്ടുതൊഴുതു. കൃഷ്ണൻ തൻ്റെ ആയുധമായ ശാർംഗത്തിലും കൗമോദകിയിലും സുദർശനത്തിലും തൊട്ടുതൊഴുതു. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഇന്നു മുതൽ എൻ്റെ ആയുധപ്പുരയുടെ കാവൽക്കാരൻ ഗരുഡനായിരിക്കും. ഗരുഡൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഗരുഡൻ കൃഷ്ണനെ താണു വണങ്ങി. അതെ, ഇനി നമുക്ക് ജരാസന്ധന്റെ വരവിനായി കാത്തിരിക്കാം. ജരാസന്ധൻ വരട്ടെ, ജരാസന്ധൻ വരട്ടെ, നമുക്ക് നേരിടാം. നമ്മുടെ കയ്യിൽ ആയുധങ്ങളായിക്കഴിഞ്ഞു. ഈ സമയത്ത് ജരാസന്ധൻ വലിയ പടപ്പുറപ്പാടാണ് നടത്തിയിരിക്കുന്നത്. ജരാസന്ധന് ബൃഹദ്ബലന്റെ കയ്യിൽ നിന്നും കരവീരപുരത്തേക്ക് കൃഷ്ണൻ തിരിച്ചിരിക്കുന്നു എന്ന വിവരം കിട്ടിയതാണ്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? ആ വലിയ പടകളുമായിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് ഒന്ന് ദമഘോഷനുണ്ട്, പിന്നെ രുക്മിണിയുടെ സഹോദരൻ രുക്മിയുണ്ട്, പിന്നെ കൃഷ്ണന്റെ കൂടെ അന്ന് പഠിക്കാൻ പോയ അനുവിന്ദനുണ്ട്, പിന്നെ ദന്തവക്ത്രനുണ്ട്, പിന്നെ ദരതനുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് വരികയാണ്. അപ്പോൾ ഇവർ ഊശീനരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഊശീനരത്തെ രാജാവ് ഇദ്ദേഹത്തെ സ്വീകരിച്ചു, ഭക്ഷണ സാധനങ്ങൾ കൊടുത്തു. അവിടുത്തെ കുറേ സൈന്യം അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു. അത് കഴിഞ്ഞ് ചേതി രാജ്യത്തെത്തി. ചേതിയിലാളാണ് ദമഘോഷൻ.
ഇപ്പോൾ അവിടെ ശിശുപാലനുണ്ട്. ശിശുപാലനും സ്വീകരിച്ചു, വേണമെന്ന എല്ലാം കൊടുത്തു കഴിഞ്ഞു. കുറേ സൈന്യവും കയറി. അത് കഴിഞ്ഞ് വിദർഭയിലെത്തിയപ്പോൾ രുക്മിയുടെയാണ്, അവരും കുറേ സൈന്യത്തെ കൊടുത്തു. അപ്പോൾ ഇവിടുന്നെല്ലാം തിന്നും ഉല്ലസിച്ചും മനസ്സിലായില്ലേ, ശരിക്കും ഒരു യുദ്ധത്തിന് പോകുന്ന മൂടേ അല്ലായിരുന്നു. വളരെ ഉല്ലസിച്ചാണ് ജരാസന്ധനും കൂട്ടരും പോകുന്നത്. പക്ഷേ വിദർഭയിൽ നിന്നും കാട്ടിലേക്ക് കയറിയപ്പോൾ സംഗതി മാറാൻ തുടങ്ങി. കാട്ടുവഴികൾ വളരെ പ്രയാസം നിറഞ്ഞതായിരുന്നു. അവിടുന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കരവീരപുരത്തെത്തി. അപ്പൊ കരവീരപുരത്തെ ഗാലവൻ പറഞ്ഞു, ഓ, ഗോമന്തകം കീഴടക്കുക വളരെ നിസ്സാരമാണ്, വളരെ നിസ്സാരമായിട്ട് കീഴടക്കാം. അവിടുന്ന് കുറേ ഭക്ഷണ സാധനങ്ങളും കിട്ടി. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് കാട്ടിലൂടെയുള്ള യാത്ര, കാട്ടിലേക്ക് കയറും തോറും അവരുടെ കഷ്ടപ്പാട് കൂടി വരാൻ തുടങ്ങി. എന്ന് മാത്രവുമല്ല, ആഹാരം കാട്ടിനുള്ളിലേക്ക് എത്തിക്കാനുള്ള സാധ്യത കുറഞ്ഞു വന്നു. അപ്പൊ ജരാസന്ധന്റെ കൂടെ നിൽക്കുന്നവർക്ക് മുറുമുറുപ്പ് തുടങ്ങി. രാജകുമാരന്മാര് പതുക്കെ പറഞ്ഞു തുടങ്ങി, വല്ല കാര്യവും ഉണ്ടോ? അങ്ങ് ദൂരത്ത് പോയി താമസിക്കുന്ന ഈ കൃഷ്ണനെയും ബലരാമനെയും തേടി വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അവർ നമുക്കാർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. തൻ്റെ സൈന്യത്തിൻ്റെ ഇടയിൽ മുറുമുറുപ്പ് തുടങ്ങി എന്ന സത്യം ജരാസന്ധൻ മനസ്സിലാക്കി. പക്ഷേ ജരാസന്ധൻ പറഞ്ഞു, ഭീരുക്കളാകാൻ പാടില്ല, ഈ 2 പിള്ളാരെ വധിച്ചിട്ടേ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. പക്ഷെ കുറെ കഴിഞ്ഞപ്പം ജരാസന്ധനും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. കാടിൻ്റെ ഉള്ളിലേക്കാണ് തങ്ങൾ പോകുന്നത്. ഇപ്പൊ പഴയതുപോലെ സമൃദ്ധമായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കിട്ടാതെ പടയാളികൾ കുടുങ്ങാൻ തുടങ്ങി. വളരെ കഷ്ടപ്പെട്ട്, അതും ഇടുങ്ങിയ വഴികൾ, പലരും തളർന്നു തുടങ്ങി. പല രാജാക്കന്മാരും തമ്മിത്താൻ പറഞ്ഞു തുടങ്ങി, ഇതൊരു അനാവശ്യ യാത്രയാണ് എന്ന് പല രാജാക്കന്മാരും പരസ്പരം പറയാൻ തുടങ്ങി. ജരാസന്ധൻ അവരെ അനുനയിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ നോക്കി. അങ്ങനെ ഒടുവിൽ അവർ ഗോമന്തക പർവ്വതത്തിന്റെ താഴ്വാരത്തിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത്. കാരണം ഗോമന്തക പർവ്വതത്തിൽ കയറണമെങ്കിൽ ഒരാൾക്ക് കഷ്ടിച്ചു കയറാനുള്ള ഒരു പാത ഇടുക്ക് മാത്രമേ ഉള്ളൂ. ആ പാത ഇടുക്കിലൂടെ വേണം അതിൻ്റെ മുകളിലേക്ക് കയറാൻ. അപ്പൊ കൂടെ വന്ന രാജാക്കന്മാര് യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചു. ജരാസന്ധനോട് പറഞ്ഞു, ഇതെങ്ങനെ നടക്കും? ഇപ്പൊ തന്നെ നമ്മൾ താമസിച്ചു, ഇനി ദിവസം പോകും തോറും നമുക്ക് ഭക്ഷണം കിട്ടില്ല. മുകളിലുള്ളവർക്ക് ഭക്ഷണത്തിനെങ്ങും ഒരു കുഴപ്പവുമില്ല. അത് തന്നെയല്ല, ഇതിലേക്കൂടെ എങ്ങനെയാ കയറുന്നത്? അതുകൊണ്ട് ആരും യുദ്ധത്തിന് പോകാൻ, ഗോമന്തകത്തേക്ക് പോകാൻ തയ്യാറായില്ല. ഈ സമയത്തെ 2 യോദ്ധാക്കള് അവര് പറഞ്ഞു, ഞങ്ങൾ പോകാം. അവര് ആ പാറ ഇടുക്കിലൂടെ കയറി. ഇത് മുകളിൽ നിന്നുകൊണ്ട് 2 ഗരുഡന്മാർ കണ്ടു. അവർ വേറൊന്നും ചെയ്തില്ല, പാറ അങ്ങോട്ട് ഉരുട്ടി താഴോട്ട് വിട്ടുകൊടുത്തു. ആ പാറ താഴെ കുരുണ്ടു വന്ന് അതിൻ്റെ ഇടയിൽപ്പെട്ടി 2 ഭടന്മാരും ചതഞ്ഞു മരിച്ചു. അതോടുകൂടി കൂടെ ഉള്ളവരൊക്കെ ആകപ്പാടെ പേടിച്ചു പോയി. അപ്പൊ രുക്മിയും അനുവിന്ദനും ദന്തഭക്തനും ദരദനും പറഞ്ഞു, മഹാരാജാവേ, ഇത് ആപത്താണ്, നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ സൈന്യത്തെ മുഴുവനും കൊല്ലാൻ അവിടുന്ന് 2 പേര് മതി. ഇവിടെ ഒരാൾക്കൂടെ ഇതിനകത്തൂടെ കയറാനും പറ്റത്തുള്ളൂ. പിന്നിനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് തിരിച്ചു പോകാം. അപ്പൊ ജരാസന്ധനാകട്ടെ തിരിച്ചു പോകുന്നത് ലജ്ജാവഹം. തന്നെയുമല്ല, ഇപ്പൊ തന്നെ തൻ്റെ അനന്തരവനെ തൻ്റെ മകളുടെ ഭർത്താവിനെ വധിച്ച, കംസനെ വധിച്ച ആ ചെറുക്കനെ കൊല്ലുമെന്ന് ശപഥം ചെയ്തിട്ട് ഇതുവരെ ഒട്ട് കൊന്നതുമില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ സമയത്ത് ദമഘോഷൻ പറഞ്ഞു, രാജാവേ, എനിക്കൊരാശയം തോന്നുന്നു. അപ്പൊ ചോദിച്ചു, എന്താണ് ദമഘോഷ ഈ ആഗ്രഹം? ദമഘോഷനെ എപ്പോഴും സംശയത്തോടുകൂടി മാത്രമേ ജരാസന്ധൻ കണ്ടിട്ടുള്ളൂ. കാരണം ദമഘോഷന്റെ സാലന്മാരാണ് കൃഷ്ണനും ബലരാമനും. അവരോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നറിയാം. അപ്പൊ ദമഘോഷനെ കൂടെ കൂട്ടുന്നതിൽ തന്നെ ജരാസന്ധൻ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ താൻ തന്നെ വരുന്നു. അയാളുടെ പുത്രൻ ശിശുപാലനോടാണ് ഇയാൾക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ദമഘോഷനെ സംബന്ധിച്ചിടത്തോളം ജരാസന്ധന്റെ ആപത്ത് നല്ലവണ്ണം അറിയാം. ജരാസന്ധൻ തൻ്റെ രാജ്യം ആക്രമിച്ച് തന്നെ സാമന്ത രാജാവിൻ്റെ പദവിയിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതാണ്.
ഇയാൾ ഇങ്ങനെ പോയാൽ ആപത്താണെന്നൊരു ചിന്തയുണ്ട്. കൃഷ്ണനും ബലരാമനും കംസനെ വധിച്ചപ്പോൾ ഉള്ളുകൊണ്ട് ആനന്ദിച്ചതാണ്. അപ്പൊ രുക്മി ചോദിച്ചു, എന്താ നിങ്ങളുടെ പദ്ധതി, പറയൂ. അപ്പൊ ദമഘോഷൻ പറഞ്ഞു, ഈ പിള്ളാരെ ഒന്നും ചെയ്യാതെ തിരിച്ചു പോകുന്നത് നാണക്കേടാണ്. ഞാനൊരു കാര്യം പറയാം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഭരതൻ പറഞ്ഞു, നിങ്ങൾ വേഗം പറയൂ, എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾ വേഗം പറയൂ. അപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദേ നോക്കൂ, ഇപ്പൊ ഉണക്ക് കാലമാണ്. ഇതിൻ്റെ 4 ചുറ്റും പുല്ലുകൾ പടർന്നു കിടക്കുന്നു. ഈ പുല്ലുകൾക്ക് തീ കൊളുത്തുക. അപ്പൊ ഈ പുല്ലിലെ തീ അങ്ങ് പടർന്നു കയറിക്കൊള്ളും. പടർന്നു കയറിക്കഴിഞ്ഞാൽ ഈ ഗോമന്തകത്തിലെ സകല ആൾക്കാരും കത്തി നശിച്ചുകൊള്ളും. അഥവാ ഇല്ലെങ്കിൽ പോലും കൃഷ്ണനും ബലരാമനും ഇനി ഒരിക്കലും താഴേക്ക് വരാനും പറ്റില്ല. ഇതിനകത്ത് അവർ നശിക്കും. ഇത് പറഞ്ഞപ്പോൾ ദമഘോഷന്റെ ഉള്ളിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ദമഘോഷൻ ഇത്രയുമാണ് വിചാരിച്ചത്, ഈ പുല്ല് അങ്ങ് മേളി വരെയൊക്കെ പടർന്നു പോകുമോ? ഇല്ല, പകുതി വഴിയൊക്കെ ആകുമ്പോൾ അതങ്ങ് നിന്നോളും. ഈ പുല്ലിന് തീയിട്ട് കഴിയുമ്പോൾ ഈ രാജാവ് അവർ മരിച്ചെന്നും പറഞ്ഞ് തിരിച്ചു പോകും. അപ്പോൾ ഒരു നിമിഷം ജരാസന്ധനൊന്ന് ചുഴിഞ്ഞാലോചിച്ചു, എന്താണ് വേണ്ടത്? ദമഘോഷൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ബാക്കി രാജാക്കന്മാർ പറഞ്ഞു, മഹാരാജാവേ, തീയിടുക, അല്ലാതെ ഇതിൻ്റെ മുകളിലേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പം നോക്കിയപ്പം പുല്ലുകൾ പടർന്നു കിടന്നു. ഇവിടെ ജരാസന്ധൻ ഒരു പിഴവ് പറ്റി. കാരണം ജരാസന്ധൻ നിന്ന് നോക്കുന്ന കിഴക്ക് ഭാഗമാണ്. അവിടെ മാത്രമാണ് പുല്ല് പകുതി കിടക്കുന്നത്. പടിഞ്ഞാറും തെക്കും ഭാഗങ്ങളിൽ പുല്ല് മുകളിലോട്ട് വരെ വ്യാപിച്ചു കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ജരാസന്ധനും കൂട്ടരും 4 വശത്ത് നിന്നും പുല്ലിന് തീ കൊളുത്തി. നേരം അർദ്ധരാത്രിയായപ്പോഴാണ്. അർദ്ധരാത്രി സമയത്ത് പുല്ലിന് തീ കൊളുത്തി. സകല ഗരുഡന്മാരും കൃഷ്ണനും ബലരാമനും സുഖനിദ്രയാണ്. ഈ പുല്ലിലെ തീ പടർന്നു കയറാൻ തുടങ്ങി. പടർന്ന് മുകളിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ ദമഘോഷന് മനസ്സിലായി, തനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം താൻ കണ്ട വശത്ത് മാത്രമാണ് പുല്ല് പകുതിയുള്ളത്, ബാക്കി വശത്ത് അങ്ങനല്ല, മുകളറ്റം വരെയുണ്ട്. അതെ, തീ പടരുകയാണ്. മുകളിലേക്ക് പുല്ലുകൾ വളർന്നു കിടക്കുകയാണ്. ഉണക്ക് സമയമാണ്. തീ അങ്ങനെ ആളിക്കത്തുകയാണ്. ഗോമന്തകത്തിൻ്റെ 4 ചുറ്റും തീയായി. ഇതൊന്നും അറിയാതെ ഗരുഡന്മാരും കൃഷ്ണനും സുഖമായ നിദ്രയിൽ കിടക്കുകയാണ്. അതെ, തീ പടർന്ന് മുകളിലേക്ക് കയറുകയാണ്. ഏതു നിമിഷവും ഗോമന്തകത്തിലെ സകല ജനങ്ങളെയും തീ വിഴുങ്ങും. ഗോമന്തകത്തിലെ ഗരുഡന്മാര് കത്തിക്കരിഞ്ഞ് അഗ്നിഗോളങ്ങളായി മാറാൻ പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ജരാസന്ധൻ പൊട്ടിച്ചിരിച്ചു. കൂടെ നിന്നവരും പൊട്ടിച്ചിരിച്ചു. അതെ, ഇതാ ഒരു വലിയ വിപത്തിലേക്ക് ഗോമന്തകം പോവുകയാണ്. കൃഷ്ണൻ ഉണരുമോ? ബലരാമൻ ഉണരുമോ? ഏതെങ്കിലും ഗരുഡന്മാർ ഉണരുമോ? ഉണർന്നാൽ തന്നെ എന്ത് ചെയ്യാൻ? കാരണം 4 വശത്തും തീയാണ്. എങ്ങോട്ടേക്കാണ് രക്ഷപ്പെടുന്നത്? അതെ, വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഗോമന്തകത്തെ അഗ്നിഗോളങ്ങൾ വിഴുങ്ങുകയാണ്. പറയുന്നതിനേക്കാൾ വേഗത്തിൽ പായുകയാണ് തീ. ഇനി എന്താണ് സംഭവിക്കുന്നത്? അടുത്ത ചൊവ്വാഴ്ച രാധാറാണി അനുഗ്രഹിച്ചാൽ ഞാൻ വീണ്ടും വരും. ഇതാ നമുക്ക് ആ ദിവ്യ മന്ത്രത്തിലേക്ക് കടക്കാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹാ.